നിലയുണ്ടൻ അടൂർ പ്രകാശ് ദിലീപിൻ്റെ അടുത്ത സുഹൃത്താണ്. ദിലീപ് വിട്ടയക്കപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ട് എന്നൊക്കെ പ്രതികരിച്ചിരുന്നു. ഉടനെ ദീപാദാസ് മുൻഷി ഇന്ന് ഒബ്സർവർ ഉണ്ട് KPCC ഓഫീസിലേക്ക് അടൂർ പ്രകാശിനെ വിളിച്ചു വരുത്തി ശാസിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം അത് പ്ലേറ്റ് മാറ്റി. അപ്പോൾ UDFന്റെ നയം അങ്ങനെയല്ല എന്ന് രമേശ് ചെന്നിത്തലയും MM ഹസനും VD സതീശനും ഒക്കെ പറഞ്ഞിരുന്നു. അതിജീവിതയുടെ കൂടെയാണ് UDF എന്നാണ് പറഞ്ഞത്. അപ്പോൾ അടൂർ പ്രകാശ് പിന്നീട് തിരുത്തിയപ്പോൾ നിങ്ങളിത് മുഴുവൻ കൊടുത്തില്ല എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഒറിജിനലും നോക്കി. ഒറിജിനലില് നമ്മളെല്ലാം അതിജീവിതയുടെ കൂടെയാണെന്ന് പറയുമെങ്കിലും ദിലീപ് വിട്ടുപോയതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ കൂടെ തന്നെയാണ് അടൂർ പ്രകാശ്. എന്തൊക്കെയോ വലിയ സന്തോഷമുണ്ട് അതിൻ്റെ അകത്തും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ശരിക്കും UDFന്റെ നയം ആണോ ഈ അബദ്ധത്തിൽ അടൂർ പ്രകാശ് പറഞ്ഞത്? ഞാൻ അതിൽ UDF LDF എന്നൊന്നും കാണുന്നില്ല. കേരളത്തിലെ പുരുഷാധിപത്യ മനസ്സാണ് ആ പറഞ്ഞത്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. എൻ്റെ രാമേന്ദ്രൻ്റെ ഉള്ളിൽ വരെ അങ്ങനൊരു മനസ്സുണ്ട്. നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ നമ്മുടെ ചില ജൈവികമായ സംഗതികളെ നമ്മൾ പോളിഷ് ചെയ്ത് സാമൂഹ്യമാക്കി മാറ്റും. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ മനുഷ്യരാവുന്നത്. എന്നുവെച്ചാൽ ഒരു ജൈവികമാണ്. ബാക്കി അനിമൽ ഇൻസ്റ്റിങ്ക്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ അനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആവാതെ നമ്മൾ പോളിഷ്ഡായി അല്ലെങ്കിൽ സാമൂഹ്യമായി പരിവർത്തനം ചെയ്യപ്പെട്ട മനുഷ്യനായി വന്നത്. സ്ത്രീകളോടുള്ള സമീപനത്തിൽ കേരളത്തിൽ ഈ പറയുന്ന സ്ത്രീപക്ഷക്കാർ പുരുഷന്മാർ പോലും എത്രത്തോളം സ്ത്രീപക്ഷമാണെന്നുള്ളത് ആഴ്ന്നിറങ്ങി ചെന്നാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെ അതിനെ കാണുന്നു. ഇല്ലാന്ന് ഞാൻ പറയില്ല. സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ തന്നെ PT തോമസിനെ പോലെ ഒരാൾ പ്രൂവൺ, അതിന് കൂടെ നിന്ന് അതിൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ അടൂർ പ്രകാശിൻ്റെ വായിൽ നിന്ന് വന്ന് UDFൻ്റെയോ LDFൻ്റെയോ അല്ല. എന്താ നമ്മുടെ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞ്? മുഖ്യമന്ത്രിക്ക് ദിലീപ് ഈ കേസ് തുടക്കത്തിൽ ആദ്യം ഭാവനയാണ്. അതെങ്ങനെയാ? കേരളത്തിന്റെ പോലീസിനെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഇത് ഭാവനയാണ്. മുഖ്യമന്ത്രി പണ്ട് എസ്കത്തി എന്നും പറഞ്ഞു. അത് പോട്ടെ, എസ്കത്തിയുടെ കാര്യം പിന്നെ നമുക്ക് വാദിക്കാം. അന്ന് പാർട്ടി സെക്രട്ടറിയാണ്, വേറെയൊക്കെ വാദിക്കാം. ഇതല്ലല്ലോ. ഇത് മുഖ്യമന്ത്രി, പോലീസിന്റെ കൂടി മന്ത്രിയായൊരു മന്ത്രി ഇത് ആ കുട്ടിയുടെ ഭാവനയാണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. നമ്മളിപ്പോൾ അത് ചർച്ച ചെയ്യുന്നില്ല, നിർത്തി. മുഖ്യമന്ത്രി ഏതായാലും പിന്നെ മുഖ്യമന്ത്രിയായി, ആഭ്യന്തരമന്ത്രിയായി കേസ് അന്വേഷിച്ചു. അടൂർ പ്രകാശ് പറഞ്ഞത് ശുദ്ധ തെമ്മാടിത്തരാണ്. പ്രത്യേകിച്ചും ഈ വിധിയുടെ കോണ്ടെക്സ്റ്റ് ശുദ്ധ തെമ്മാടിത്തരാന്ന് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ ബഹുഭൂരിപക്ഷവും മാർക്സിസ്റ്റുകാരിലും BJPക്കാരിലും ബഹുഭൂരിപക്ഷ സാധാരണ മനുഷ്യർ അതിജീവിതയ്ക്കൊപ്പമാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് അതിൽ തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? ഈ അടൂർ പ്രകാശ് തിരുത്തിയപ്പോഴും അത് മാന്യമായിട്ടല്ല തിരുത്തിയത്. നിങ്ങൾ മാധ്യമ പ്രവർത്തകരെന്തോ വൃത്തികേട് ശ്രമിച്ചത്. അദ്ദേഹത്തിന് തിരുത്തുകയാണെങ്കിൽ എനിക്കൊരു തെറ്റ് പറ്റി, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ രണ്ടുപേരും പറഞ്ഞിരുന്നെങ്കിൽ അവിടെ തീർന്നു. അല്ല, നമ്മൾ എപ്പോഴും ചെയ്യുന്നെങ്കിൽ നമ്മുടെ നേതാക്കന്മാർ കളിക്കുന്ന കളി കണ്ടിട്ടില്ലേ? നിങ്ങൾ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു, ഞാൻ പറഞ്ഞത് മുഴുവൻ പറഞ്ഞില്ല എന്നൊക്കെയാണ്. അതിജീവിതയ്ക്കൊപ്പമാണ് എങ്കിലും ഞാൻ ദിലീപിനൊപ്പമാണ്. അതാണ് ഇപ്പോൾ ഗവൺമെൻറ്റും അങ്ങനെ തന്നെയല്ലേ. രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പോൾ ഇയാൾ UDF കൺവീനർ ആയതുകൊണ്ട് ഒരു കാര്യം, അത് UDFൻ്റെ നിലപാടാണോ എന്ന് വേണ്ടി ചോദിക്കാം. ഇയാളിപ്പോൾ UDF കൺവീനറല്ല, KPC പ്രസിഡൻ്റായ KPCയുടെ നിലപാടാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ KPC പ്രസിഡന്റോ, നേരത്തെ രാമേന്ദ്രൻ പറഞ്ഞ പോലെ KPC പ്രസിഡന്റോ ദീപാദാസ് മുൻഷിയോ അല്ലെങ്കിൽ VD സതീശനോ എല്ലാവരും ഇതല്ല, രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ നിലപാടല്ല. ഈ അടൂർ പ്രകാശ് MPയും ഇതൊക്കെ ആയിരുന്നെങ്കിലും ഈ ഇത്തരം ഭാരവാഹി സ്ഥാനങ്ങളിൽ നിന്നൊന്നും അധികം മുമ്പ് ജീവിതത്തിൽ അതില്ല. ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്ത് അയാൾ ഇരുന്നിട്ടില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം അത് കൃത്യമായി കണ്ടറിയാം. അദ്ദേഹത്തിന്റെ പല നിലപാടുകൾ കാണുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും അദ്ദേഹം എത്ര പ്രാവശ്യം ചാടി കളിച്ചു നമുക്ക് ഓർമ്മയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ബാക്കി സതീശനും ചെന്നിത്തല അടക്കം വളരെ സ്ട്രോങ് ആയി നിലപാടെടുക്കും. ഫണ്ട് റേസർ എന്നുള്ളത് ഉമ്മൻചാണ്ടി കൂടെ കൊണ്ട് നടന്നിരുന്നു. അല്ല, അതൊക്കെ ഉണ്ടാവും. മറ്റു പല ജാതി മത കൺസിഡറേഷനും ഒക്കെ ഉണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല.
ഞാൻ പറഞ്ഞു വന്നത് ഈ തീർച്ചയായിട്ടും ഇയാൾ വിമർശിക്കപ്പെടണം. അയാളുടെ പാർട്ടി തന്നെ അയാളെ നന്നായി ശാസിച്ചിട്ടുണ്ട്, അയാൾ തിരുത്തി ശരിയായ തെറ്റായെന്നൊക്കെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഞാൻ ഇതിനൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് എടുക്കണം. ഇപ്പോൾ ദിലീപും അടൂർ പ്രകാശും സുഹൃത്തുക്കളാണെന്ന് വെക്കുക, വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് തന്നെ വെക്കുക. പല കാര്യങ്ങളും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല, നമുക്ക് മിണ്ടാതിരിക്കാലോ. ഈ നീലാണ്ട ഈ PT കുഞ്ഞഹമ്മദിന് എത്ര കാലമായിട്ട് ഞാൻ അറിയുന്നതാണ്. പക്ഷെ അയാളൊരു പോക്കൃത്തരം കാണിച്ചു കഴിഞ്ഞാൽ പോക്കൃത്തരം അത് അവിടെയാണ് പ്രശ്നം. അയാൾ പോക്കൃത്തരം കാണിച്ചാൽ PT കുഞ്ഞുമുഹമ്മദ് ആയാലും മറ്റേ ദിലീപ് ആയാലും മുകേഷ് ആയാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും നമുക്ക് ഒരേപോലെ തന്നെയാണ്. അങ്ങനെ തന്നെ അതിനെ കാണണം. അപ്പോൾ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ UDF കൂടിയാലോചിച്ചിട്ടെന്ന് പറഞ്ഞ അഭിപ്രായമല്ലല്ലോ. UDF മുന്നണി കൂടിയാലോചിച്ച് ഇയാളോട് പറയേൽപ്പിച്ചൊരു കാര്യമൊന്നുമല്ലല്ലോ, ഒന്നുമല്ലല്ലോ. അയാളുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വന്നതാണ്. അയാളുടെ ഉള്ളിൽ ദിലീപിനോട് അയാൾക്ക് താല്പര്യം ഉണ്ടാവും. ഞാനതാ പറഞ്ഞേ, ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ പലർക്കും ഉണ്ട്. പക്ഷെ നമ്മളത് പോളിഷ് ചെയ്ത് നമ്മൾ കുറെ കൂടി സാമൂഹ്യമായി ഏതാണ് സാമൂഹ്യമായി ശരി. പ്രകാശ് ഈ ഒറ്റയ്ക്കല്ല ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്, വോട്ട് ചെയ്തിട്ട് ഭാര്യയുടെയും മക്കളുടെയൊക്കെ കൂടെയൊക്കെ നിന്നിട്ടാണ്, സ്ത്രീകളുടെ കൂടെ നിന്നിട്ടാണ് ഇയാൾ ഇത് പറയുന്നത്. അല്ല, അത് അയാളുടെ ഇറലവൻസ്, അയാളുടെ വിവരക്കുറവും ഒക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം, അടൂർ പ്രകാശിന്റെ ഒരു അഭിപ്രായം അവിടെ നിൽക്കട്ടെ. മറ്റു രാഷ്ട്രീയ കക്ഷികൾ ഈ അതിജീവിതക്കൊപ്പം ഹാഷ്ടാഗിൽ ഒഴിച്ചാൽ എത്ര ശക്തമായ നിലപാട് ഈ കാര്യത്തിൽ എടുത്തു എന്നുള്ളത്, നിലപാടെടുത്തു എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പം ഭരണകൂടം സ്റ്റേറ്റ് ആണല്ലോ ചെയ്യേണ്ടത്. അടൂർ പ്രകാശ് സ്റ്റേറ്റ് അല്ലല്ലോ, അയാളുടെ ഒരു അധികാരവും ഇല്ലല്ലോ, ഒരു അഭിപ്രായം പറയുള്ള അധികാരമുള്ളൂ. സ്റ്റേറ്റ് ഇപ്പോഴും ഇപ്പൊ പറയുന്നു ഏറ്റവും എനിക്ക് തോന്നാശം ചെയ്ത് അപ്പീൽ പോകും. അതെ, എന്താ രാമേന്ദ്ര, എൻ്റെ അനുഭവത്തിൽ ഞാനിപ്പോ പറയാ, ഈ കേസിൽ അപ്പീൽ പോയി ദിലീപിന് ശിക്ഷിക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആഗ്രഹിക്കുന്നുണ്ട്, ഭയങ്കരമായി ആഗ്രഹിക്കുന്നുണ്ട്. ഇയാൾക്ക് വലിയ ശിക്ഷ കിട്ടണമുണ്ട്, ജീവപര്യന്തം തടവെങ്കിലും ദിലീപിന് കിട്ടണമെന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, മിനിമം. പക്ഷേ നമുക്ക് നിയമത്തിന് സംവിധാനം അറിയാലോ. നിയമത്തിൻ്റെ സംവിധാനത്തിൽ കീഴ്ക്കോടതി വെറുതെ വിട്ട ഒരാളെ മേൽക്കോടതി ശിക്ഷിക്കണമെങ്കിൽ അത്രയും വലിയ കാര്യമാണ്. ജഡ്ജിക്ക് എന്തോ വലിയ തെളിയണം. ജഡ്ജിക്ക് ആരാ ജഡ്ജി എന്നുകൂടി നമ്മളിപ്പോൾ ഇത് ചിന്തിക്കേണ്ടി വരും. ഇപ്പം ഈ വിധിച്ച ജഡ്ജി ആരാണെന്ന് കൂടി കോണ്ടെക്സ്റ്റുവലായിട്ട് പറയേണ്ടി വരും. പക്ഷെ നമ്മൾ വേണ്ടുന്നില്ല. പക്ഷേ ഈ ജഡ്ജിക്ക് തെറ്റി എന്നാണല്ലോ ഹൈക്കോടതി കണ്ടെത്തേണ്ടത്. അങ്ങനെയാണല്ലോ അപ്പീൽ കോടതി. അപ്പീൽ കോടതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജഡ്ജിക്ക് തെറ്റി, അപ്പീൽ കോടതിയിൽ നമ്മൾ വാദിക്കുക എന്താ? അപ്പീൽ കോടതിയിൽ ഇത്ര ദീർഘമായ വിചാരണ ഒന്നുമില്ല, വിചാരണയില്ല, അവിടെ വിചാരണയില്ല, ട്രയലില്ല, വാദം മാത്രമേ ഉള്ളൂ. ആ വാദം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പോലീസ് അന്വേഷണം അടക്കം ഇതിനുണ്ടാക്കിയ സ്റ്റോറി ഉണ്ടല്ലോ. ദിലീപ് എല്ലാത്തിനും സ്റ്റോറിയാണല്ലോ ഉണ്ടാക്കുക. ദിലീപ് കുറ്റക്കാരനാണെന്നുള്ള സ്റ്റോറി യുക്തിഭദ്രമായി ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് ജഡ്ജിന് ബോധ്യപ്പെടാത്തതാണോ, അല്ലെങ്കിൽ ജഡ്ജി അവഗണിച്ചതാണോ എന്നതാണ് ചോദ്യം. ആ സ്റ്റോറിയിൽ പുതിയ തെളിവ് ആഡ് ചെയ്യാൻ പറ്റില്ല, പുതിയൊരു സാക്ഷിയെ കൊണ്ടുവരാൻ പറ്റില്ല, പുതിയൊരു സാധനം കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അപ്പീൽ പവർ വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടൂർ പ്രകാശ് പറഞ്ഞ അടുത്ത വാചകം ഉണ്ടല്ലോ, സ്റ്റേറ്റ് അപ്പീൽ പോകുമായിരിക്കും, അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അല്ല, അത് അയാളുടെ കൊള്ളരുതായ സ്റ്റേറ്റ് എന്തായാലും അപ്പീൽ പോകണം. അത് പോകും, എല്ലാ കേസിലും പോകും. സ്റ്റേറ്റ് എല്ലാ കേസിലും അപ്പീൽ പോകും. സ്റ്റേറ്റ് അപ്പീൽ പോകുകയെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. വണ്ടിപ്പെരിയാറിൽ ഒരു 6 വയസ്സായ കുട്ടി കൊല്ലപ്പെട്ടു. ആ കേസിൻ്റെ പിന്നാലെ പോയ ഒരാളാണ് നമ്മൾ. പ്രതിയെ വെറുതെ വിട്ടു, DYFI എന്തോ വെറുതെ വിട്ടു. ആ കേസിൻ്റെ അപ്പീൽ ഞങ്ങൾ അപ്പീൽ പോകുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ അപ്പീൽ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു 3 കൊല്ലം കഴിഞ്ഞാൽ പോലും അപ്പീൽ എടുക്കില്ല. 3 കൊല്ലം കഴിഞ്ഞാൽ പോലും അപ്പീൽ വരില്ല. കാരണം എന്താ? അത് ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിലിനി അപ്പീൽ എടുക്കണേ ആരുടെ അപ്പീൽ എടുക്കാമെന്നറിയാം? ജയിലിൽ കിടക്കുന്നവരുടെ അപ്പീൽ എടുക്കും. പ്രതികൾ അപ്പീൽ പോകും, അവരും പോവുമല്ലോ. അപ്പൊ കേസിന് അപ്പീൽ എന്തായാലും ഉണ്ടാവും, അവർ അപ്പീൽ പോകും. അതിന് ഈ കേസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ പ്രതികൾക്കൊക്കെ പിന്നില് ആളുകളുണ്ട്, സംശയമല്ലല്ലോ. നമ്മളെപ്പോഴും ചോദിക്കുന്നത് പൾസർ സുനിക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള അലവലാദികൾക്കോ ഈ കുട്ടിയോട് എന്ത് വിരോധന്നേ ഇന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ. കൊട്ടേഷൻ പണിയല്ലേ? കൊട്ടേഷൻ പണി നടത്തിയാളെ പിടിക്കണോ, കൊട്ടേഷൻ കൊടുത്ത ആളെ പിടിക്കണോ? അതാണല്ലോ ഇതിലെ ബേസിക് ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഗവൺമെന്റ് ഇപ്പോൾ ചോദിക്കുന്ന ആളുടെ മുഴുവൻ ഞങ്ങൾ അതിജീവിതക്കൊപ്പം, ഞങ്ങൾ ഇരയ്ക്കൊപ്പം എന്നിങ്ങനെ നിരന്തരം പറഞ്ഞു. അടൂർ പ്രകാശ് മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും ഭിന്നാഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ അത് കോൺഗ്രസിലെ ചേരിപ്പോരിന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ഈ നിരന്തരം അടൂർ പ്രകാശ്? അല്ല, എന്ത് പോരിന്റെ ഭാഗമാണെങ്കിലും അടൂർ പ്രകാശിന്റെ 2 തരത്തിലുള്ള 2 വിഷയത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള നിലപാടുകളും പരമാബദ്ധവും സ്ത്രീവിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമാണ്.
അത് തിരുത്താൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസിന്റെ കഷ്ടകാലം, അല്ലാണ്ട് നമുക്കൊന്നും പറയാനില്ല. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് ദീപാദാസ് മുൻഷി അടക്കം ഇടപെട്ടു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും നല്ല കാര്യം. കാരണം ഒരു നേതാവിന് തെറ്റ് പറ്റിയാൽ ആ പാർട്ടി തിരുത്ത് തന്നെ വേണം. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പം CPM പോലെയല്ലല്ലോ, നേതാക്കന്മാർ സംസാരിക്കില്ല എന്ന് പറയില്ല. കാരണം സംസാരിക്കും ഇവിടെ, തീർച്ചയായിട്ടും വരും. അടൂർ പ്രകാശിനോട് പാർട്ടി തിരുത്തുമ്പോ കുറച്ചുകൂടി അന്തസ്സായിട്ട് തിരുത്തെന്ന് പറഞ്ഞാൽ കൊള്ളാം. അല്ല, അതും വേണം. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണേ. ഇയാളുടെ തിരുത്ത് ബോധ്യപ്പെടണം. നമ്മുടെ സാധാരണ തിരുത്തുകളൊക്കെ എങ്ങനെയാ? എൻ്റെ പ്രസ്താവന നിങ്ങൾ തെറ്റായി വളച്ചൊടിച്ചു എന്നാണ്. എല്ലാ തിരുത്തുകളും എങ്ങനെയാ വരിക? അവിടെ എൻ്റെ പ്രസ്താവന തെറ്റായി വളച്ചൊടിച്ചു. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന മുകേഷും ഗണേഷ് കുമാറും അടക്കം ഏത് ഭാഗത്ത് വന്നിരുന്നത്? ആരുടെ ഭാഗത്ത് വന്നിരുന്നത് ഈ കേസിൽ? അതൊക്കെ ദിലീപിന്റെ ഭാഗത്തല്ലേ? സംശയമില്ലല്ലോ, ഒരു സംശയമില്ലല്ലോ. സ്റ്റേറ്റ്. അപ്പൊ സ്റ്റേറ്റ് ചെയ്ത അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത്. മുമ്പ് പറഞ്ഞ ഏത് കേസ് എടുത്താലും സ്റ്റേറ്റ് ഇരയ്ക്കൊപ്പാന്ന് പറയും, വേട്ടക്കാരനെ സഹായിക്കും. മുകേഷിനോട് പ്രതികരണം ചോദിച്ചിരുന്നു. മുകേഷിനോട് ചോദിച്ചു. മുകേഷ് പറഞ്ഞത് ആ വിധി കിട്ടിയ ശേഷം 12-ാം തീയതി അത് കഴിഞ്ഞ് സംസാരിക്കാം എന്നാണ്. അപ്പൊ അങ്ങ് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല മാധ്യമങ്ങൾ. അത് ചോദിക്കില്ലല്ലോ, അത് ചോദിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് പറ്റില്ലല്ലോ. ഇപ്പൊ എന്തിനാ രാജിവെക്കണമെന്ന് ചോദിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് മുകേഷ് ചിലപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്യും. അത് വേറെ കഥ. അത് നമ്മുടെ നാട്ടിലെ സദാചാരത്തിന്റെ വളരെ പ്രത്യേകമായ രീതിയാണ്. അത് വിട്. എൻ്റെ ചോദ്യം, ഇപ്പൊ സ്ത്രീവിരുദ്ധമായി ഇത്രയും കേസുകൾ നടക്കുമ്പോൾ ആ കേസിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ്, അവരുടെ ജോലി എന്താ? ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവന ഇറക്കലാണ്. ഞാൻ ഈ നമ്മുടെ ആരോഗ്യമന്ത്രിയെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ആരോഗ്യമന്ത്രി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഉടനെ റിപ്പോർട്ട് തേടും അവർ. പിന്നെന്താണ് നമുക്കറിയില്ല. ഹർഷീനയുടെ വയറ്റിൽ കത്തി പോയത് മുതൽ കൈ മുറിച്ച് കളഞ്ഞതിന്റെ കേസ് വരെ എല്ലാത്തിൻ്റെ റിപ്പോർട്ട്. രാമേന്ദ്രൻ പിള്ള എന്ത് പറയുന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റുമായിരുന്നു. ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി എടുക്കും. അപ്പോ ഈ ഞാൻ ആലോചിച്ചു, ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് റിപ്പോർട്ട് തേടിയ റിപ്പോർട്ടുകൾ അത് മാത്രം എടുക്കാം. ഇവർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, ഉന്നത റിപ്പോർട്ട്, കർശനമായ നടപടി എടുക്കും. ഉന്നത റിപ്പോർട്ട് നേടി കർശനമായ നടപടി എടുത്തതിൻ്റെ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞാൽ ആ പാവം ഹാരിസ് ഡോക്ടറോട് വരെ ഉന്നത അന്വേഷിച്ച നടപടി എടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ചെയ്തതെന്ന് നമുക്കറിയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ ഒരു രീതി. അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയും, ഇരകൾക്കൊപ്പം എന്ന് പറയും, പറഞ്ഞുകൊണ്ടിരിക്കും, ചെയ്യില്ല. അടൂർ പ്രകാശ് ഒരു പക്ഷേ അത്രയും പരിചയമില്ലാത്ത രാഷ്ട്രീയ നേതാവായതുകൊണ്ടാണോ, അദ്ദേഹത്തിന്റെ ഫീൽഡ് രാഷ്ട്രീയമല്ല വേറെ ചിലതാണോ എന്നൊക്കെ ഉണ്ടല്ലോ വന്നതാവും. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് പറയാറില്ലേ, രാഷ്ട്രീയക്കാർ ചോദിക്കുന്ന കാര്യമുള്ള മറുപടി അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല, കാരണം അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല. ശശി തരൂരിനെ കുറിച്ച് മുമ്പ് ചിലപ്പോൾ തന്നെ പറയാറുണ്ട്. ഇനി അതാണോ അടൂർ പ്രകാശിന്റെ പ്രശ്നം എന്ന് എനിക്കറിയില്ല. അടൂർ പ്രകാശ് പറഞ്ഞത് അത് UDF മാത്രമല്ല, കേരളത്തിന് ബാധകമായ ഒരു പൊതുബോധമാണ്. ആ പൊതുബോധം തകർക്കാതെ, അതുകൊണ്ടാണ് ഈ ദിലീപിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മ, ഫെഫ്ക, നിർമ്മാതാക്കളുടെ സംഘടന എല്ലാവരും വാതിൽ തുറന്നു കൊടുത്തല്ലോ. ഇന്നിപ്പോൾ ഭാഗ്യലക്ഷ്മി രാജിവെച്ചില്ലേ? ഭാഗ്യലക്ഷ്മി രാജിവെച്ചില്ലേ? ഇവരൊക്കെ തുറന്നു കൊടുത്തല്ലോ. ഈ അമ്മയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അഭിപ്രായം, മുകേഷിന്റെ അഭിപ്രായം ചോദിച്ചു നോക്കി, ഗണേഷിന്റെ അഭിപ്രായം ചോദിച്ചു നോക്കി, പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയുടെ അഭിപ്രായം എന്താ? ഞങ്ങൾ അമ്മയിലേക്ക് വരണോ വേണ്ടിയെന്ന്? ബാക്കി അഭിപ്രായമൊക്കെ പോട്ടെ, അത് ചെയ്യേണ്ട കാര്യമാണല്ലോ. അടൂർ പ്രകാശിന്റെ അഭിപ്രായമല്ല, അയാൾക്കൊന്നും ചെയ്യാനില്ല, അയാൾക്കൊരു അഭിപ്രായം പറയുന്നുണ്ട്. അയാളുടെ പാർട്ടിയിൽ വേറെ ആളുകൾ വേറെ അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ചെയ്യാനുള്ളവരുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ അപ്പീൽ എന്ന് പറയുമ്പോൾ വിശ്വാസമില്ലാത്തത്. നീതി കിട്ടണമെന്ന് വലിയ ആഗ്രഹത്തോടു കൂടിയാണെങ്കിൽ പോലും നമുക്ക് അപ്പീലിന്റെ ഒരു സ്വഭാവം പൊതു നിയമപരമായി എത്തിയപ്പോഴും അടൂർ പ്രകാശിന്റെ മനസ്സ് അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് പ്രശ്നം. അതാ പലരുടെയും മനസ്സുണ്ടാവും, പക്ഷെ പൊതു രീതിയിൽ പറയില്ല. ഇതിൽ പലരുടെയും ഉണ്ട്, നമുക്കറിയാം. ഈ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്ന പലരുടെയും ഉള്ളിൽ അതിജീവിതയ്ക്കൊപ്പമല്ല, ഒരു ആക്ഷനിൽ കാണിച്ചിട്ടില്ല. എൻ്റെ പോയിന്റ്, ആക്ഷനിൽ ഇവർ കാണിച്ചിട്ടുണ്ടോ? ഇപ്പം പ്രസംഗിക്കാൻ പോയിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല. നമ്മളൊക്കെ സംസാരിക്കുകയോ അല്ലെങ്കിൽ അഭിപ്രായം പറയുകയോ ചെയ്യുന്ന ആളുകളാണ്. ചെയ്യേണ്ടവർ ചെയ്തോ. ഒരു തമാശ കഥയുണ്ട്, പണ്ട് പഴയ കഥയാണ്. ഒരു നമ്പൂരി അയാളുടെ അയൽവക്കക്കാരെ അയാളുടെ ഭാര്യ അടിച്ചു. അടിപിടിയിൽ അയാളുടെ ഭാര്യയുടെ ഗർഭലസിപ്പോയി. അങ്ങനെ പ്രശ്നമായി. അയാളുടെ ഭാര്യയ്ക്ക് എന്തോ അസുഖം പറ്റി. രാജാവിൻ്റെ അടുത്ത് വന്നു, തമ്പുരാൻ ഇങ്ങനെ ഇന്ന ആള് എൻ്റെ ഭാര്യ അടിച്ച് അവർക്ക് വയ്യാണ്ടായിപ്പോയി. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, കഷ്ടായിട്ടോ. അപ്പോൾ നമ്പൂരിയുടെ മറുപടി അത് രസം, അല്ല എൻ്റെ അവിടുത്തെ ജോലിക്കാരി ഇതന്നെയാ പറഞ്ഞ് കഷ്ടായിട്ടോന്നേ.
അതിനല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. കഷ്ടായിട്ടൊന്ന് പറയാൻ രാജാവിൻ്റെ അടുത്ത് വരണോ? അവനെ ശിക്ഷിക്കാനല്ലേ വേണ്ടേ? മോശമായി പോയിട്ടോ, ഞാൻ ഞെട്ടി എന്ന് പറഞ്ഞ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, പി ടി തോമസ് എന്ന നേതാവിനെ നമ്മൾ എല്ലാ കാലത്തും ബഹുമാനിക്കുന്നത്. അയാൾ ചെയ്തു, മറ്റാരും ചെയ്യാത്തതോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ 10 കോടി രൂപ വേണമെങ്കിൽ പി ടി തോമസ് അപ്പം വെറുതെ ദിലീപിനെ. പി ടി തോമസ് അന്ന് രാത്രി തന്നെ ഇത് മറഞ്ഞു പോകരുത് എന്നുള്ളതുകൊണ്ട് അന്ന് തന്നെ മനോരമയിൽ വിളിച്ചിട്ട് പുലർച്ചെ വാർത്ത വന്നു. അത് കഴിഞ്ഞ് പിന്നെയും അത് മറിയുമെന്ന് സംശയം വന്നു. പോലീസുകാരെ വിളിച്ചു വരുത്തി, മറ്റേ വനിതാ ഉദ്യോഗസ്ഥൻ കൊണ്ട് മൊഴിയടിപ്പിച്ചു. എന്നിട്ട് പോലും പിന്നെ നിരാഹാരമായിരുന്നു. ഇന്ന് സുധീരൻ അത് ഓർത്തു, അത് ഉമ്മാ തോമസും അത് ഓർത്തു. ഞാൻ പറഞ്ഞത് ചെയ്യണം, യു ഡു ഇറ്റ്. പി ടി തോമസ് അല്ല വേറെ ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും എനിക്ക് എല്ലാവരും നല്ല ബഹുമാനമുണ്ട്. അന്നത് മുങ്ങിപ്പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അടൂർ പ്രകാശിനോട് ഇത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പി ടി തോമസ് ഒരു മാതൃകയാണ്. യെസ്, പി ടി തോമസ് ആയില്ലെങ്കിലും അത്രയൊന്നും അവൻ അടൂർ പ്രകാശ് നമ്മൾ പ്രതീക്ഷിച്ചുകൂടാ. എങ്കിൽ പോലും കുറച്ചൊക്കെ മര്യാദയായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടുന്നതാണ് ഭംഗി. അല്ലെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും. ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇതിനെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയാൽ പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമാണ്. LDFന് ഇതുകൊണ്ട് എന്തുണ്ടാവും എന്ന് വെച്ചാൽ പ്രതിയെ വെറുതെ പിടിച്ച ആൾ പിന്നെ ഞങ്ങൾ അതിജീവിതക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് അത് മറ്റേ ആൾ പറഞ്ഞത് തെറ്റി. ആ ചർച്ചയ്ക്കൊന്നും ഒരു കഥയില്ല. ഒരു തെരഞ്ഞെടുപ്പ് വിഷയമേ അല്ല ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം. അല്ല, ഞാൻ തെരഞ്ഞെടുപ്പ് വിഷയമേ അല്ല, കേരളത്തിന്റെ സാമൂഹ്യ വിഷയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.